ഈ ഒരു ഏരിയ, ഈ ഒരു വീടിന്റെ സ്പെഷ്യൽ ഏരിയ എന്ന് പറയണം സാധാരണ ഒരു സ്ട്രെയിറ്റ് പാറ്റേണുകളാണല്ലോ കാണാറുള്ളത്. ആ സ്ട്രെയിറ്റ് പാറ്റേണും അപ്പുറം ചെറിയ ഒരു ചാംഫർ അല്ലെങ്കിൽ ഒരു കട്ടിങ് എൽ ഷേപ്പിന്റെ ഒക്കെ ഒരു ഡിസൈൻ ചെയ്ത് സ്പെഷ്യൽ ആക്കി മാറ്റിയ ഒരു വീടാണ്. സാധാരണ വീടുകൾക്കൊക്കെ വിൻഡോക്ക് വലിയ ഡിസൈൻ ഒന്നും കാണാറില്ല. ഇവിടെ ഉണ്ടല്ലേ വിൻഡോകളെല്ലാം ഡിസൈൻഡ് ആണ്. വീടിനകത്തേക്ക് തന്നെ വരാം. സിമ്പിൾ ഇന്റീരിയർ ആണ് ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ്. സാധാരണ ഇതുപോലുള്ള സ്പേസ് കാണുമ്പോൾ വലിയൊരു സോഫ കോർണറൊക്കെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. ഏറ്റവും നല്ലത് വീടിന് കംഫർട്ട് ആവുന്ന രീതിയിൽ കസ്റ്റമൈസ് ആയി ചെയ്ത ഒരു ഫർണിച്ചർ ആട്ടോ അവിടെ ചെയ്തിട്ടുള്ളത്. നേരെ വരികയാണെങ്കിൽ ഏകദേശം 330 360 ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഒരു ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത് ഇതിന്റെ ഡിസൈനാണ്. ഒരു വുഡൻ ടച്ച് ടോട്ടലി വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നല്ല മഴയുള്ള സമയത്ത് അടിപൊളി വീടുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചയല്ലേ. നമ്മുടെ വ്യൂവേഴ്സിന് പുതിയ പുതിയ വീടുകൾ പരിചയപ്പെടണം, അതിന് കാലാവസ്ഥ ഒരു തടസ്സമാവുന്നല്ലോ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2000 സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായി ദ വൺ ഡിസൈൻ സ്റ്റുഡിയോ ഡിസൈൻ ചെയ്ത് CMH ഡെവലപ്പേഴ്സ് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ എല്ലാവരും വീടായാൽ മതി എന്ന് പറയും. ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീട് എങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലും ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൻ. വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കളർ ഡിസൈൻ ആണ്. കളറിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ്. സാധാരണ ഒരു സ്ട്രെയിറ്റ് പാറ്റേണുകളാണല്ലോ കാണാറുള്ളത്. ആ സ്ട്രെയിറ്റ് പാറ്റേണും അപ്പുറം ചെറിയ ഒരു ചാംഫർ അല്ലെങ്കിൽ ഒരു കട്ടിങ് എൽ ഷേപ്പിന്റെ ഒക്കെ ഒരു ഡിസൈൻ ചെയ്ത് സ്പെഷ്യൽ ആക്കി മാറ്റിയ ഒരു വീടാണ്. പക്ഷേ ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ, ഇതിന്റെ പെയിന്റ് ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ, ഇതിലേക്ക് വരുന്ന പാസേജിനെ കുറിച്ച് എങ്ങനെ പറയാതിരിക്കും. ഈ വരുന്ന പാസേജ് കണ്ടില്ലേ, ഭംഗിയായിട്ട് കോബിൾ സ്റ്റോണിൽ ഇതാ ബ്ലാക്ക് ആൻഡ് ഗ്രേ സ്കീമിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന ഏരിയ ഫെൻസിങ്ങിന്റെ ഡിസൈനിലൊക്കെ ഈ വീടിന്റെ ഡിസൈനായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇതിന്റെ എലമെന്റ്, ഓരോ എലമെന്റും ഈ യു ഷേപ്പ് ആണെങ്കിലും അതിനകത്ത് വരുന്ന വൈറ്റ് പോർഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളി തന്നെ. അപ്പൊ ഗേറ്റ് എവിടെ അതല്ല നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീട്ടിലേക്കുള്ള ഗേറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് മെറ്റലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സാധാരണ പൈപ്പ് ഡിസൈൻ അല്ല, എൽ ഷേപ്പ് കൊണ്ട് ഇതാ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം വീടിനകത്തുള്ള കാഴ്ചകൾ വെറൈറ്റി ആയിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഗേറ്റിലൂടെ വീട്ടിലേക്ക് അങ്ങ് കയറി നോക്കാം. നേരെ കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലുള്ള ഗ്രീനറികൾ വീടിനെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. വീടിൻ്റെ ഒരു നാച്ചുറൽ ഫീല് കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നേരെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നല്ല ക്രീം വൈറ്റിൻ്റെ കൂടെ ഒലീവ് ഡിസൈൻ കളറാണ് ഈ ഒരു പെയിന്റ് ഡിസൈനിൽ വന്നിരിക്കുന്നത്. വീട്ടിലേക്ക് നേരെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഫ്ലോറിൽ സാധാരണ ടൈൽ ഡിസൈൻ വരുന്നതിന് പകരം നല്ല ഇറ്റാലിയൻ മാർബിൾ ആണ് വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനി ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആംഗിളിൽ ചെരിവായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു എൽ ഷേപ്പ് നമുക്ക് ബീമിൽ ഇവിടെയും കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വിൻഡോ വരുന്ന പോർഷൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഹോൾ ഡിസൈനൊക്കെ ഈ ഹോളിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു കോട്ടിയാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. സാധാരണ വീടുകൾക്കൊക്കെ വിൻഡോക്ക് വലിയ ഡിസൈനൊന്നും കാണാറില്ല. ഇവിടെ ഉണ്ടല്ലേ വിൻഡോകളെല്ലാം ഡിസൈൻഡ് ആണ്. വുഡനായിട്ടുള്ള ഫ്രെയിമാണ്, വുഡനായിട്ടുള്ള സ്ട്രക്ചറാണ്. അതിൻ്റെ മെറ്റൽ റാഡ് കൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഗാർഡൻ കണ്ടിന്യൂ ചെയ്ത് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ഹിഡൻ സ്പോട്ട് ഇവിടെയും ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ബെഡ്റൂമിൽ നിന്നുള്ള ഒരു വ്യൂ വരുന്ന രീതിയിലാണ് ഒരു പോർഷൻ വരുന്നത്. ഇതാ ഈ ഒരു ഭാഗം എടുത്തു പറയേണ്ടതുണ്ട്. ഈ കാണുന്ന വലിയ ഷോ വാളിൻ്റെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കാണാം. ഇത് വെന്റിലേഷൻ നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ളൊരു വ്യൂക്ക് കൂടെ അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലേക്ക് നേരെ വരുമ്പോൾ എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചത് എന്നുള്ളത് നിങ്ങൾക്കൊരു സംശയമല്ലേ. ഈ കാണുന്ന മെറ്റീരിയലിൻ്റെ ഇറ്റാലിയൻ മാർബിൾ ആട്ടോ യൂസ് ചെയ്ത്. അത് മാത്രമല്ല സാധാരണ സ്റ്റെപ്പുകൾ ഉണ്ടാകുന്ന രീതിയിലല്ല, എഡ്ജ് ഒന്ന് ഷാംഫർ ചെയ്ത് ഇതൊരു സ്പെഷ്യൽ ഡിസൈനാണ്. അതായത് ഈ സ്റ്റെപ്പിൽ വരുന്ന ചാംഫർ തന്നെയാണ് ഈ ഒരു വാളിൽ വന്നിരിക്കുന്നത്. അതേ ആംഗിളിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ ഗ്രാനൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 5 mm ഒരു ചെറിയ സ്ട്രിപ്പ് അപ്പോക്സിയിൽ ചെയ്തു എന്നുള്ളതാണ് അട്രാക്ഷൻ.
വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ നേരെ കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സ്പേസ്, അടിപൊളിയായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ്. അതുപോലെ തന്നെ മുറ്റത്ത് നിറയെ നാച്ചുറൽ സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ ലെഫ്റ്റ് സൈഡ്. ഈ ഒരു സൈഡിലാണ് കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂഫ് ചെയ്തിരിക്കുകയാണ്. പഫ് പാനലിൻ്റെ താഴെ പെയിൻറ് ചെയ്തിട്ടാണ് റൂഫ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ മെയിൻ ഡോർ തന്നെയാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധ വരുന്ന ഒരു ഭാഗം മെയിൻ ഡോറാണ്. അപ്പോൾ മെയിൻ ഡോർ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യേണ്ടത് ഇവിടെ ഉണ്ടല്ലേ. മെയിൻ ഡോർ എല്ലാം ചെയ്തിരിക്കുന്നത് വുഡിലാണ്, തേക്ക് വുഡിലാണ്, പൂർണ്ണമായിട്ട് തേക്ക് വുഡിലാണ്. ഇതിൻ്റെ ഈ കട്ടില അതുപോലെ ഡോറ് എല്ലാം ഈ ഇപ്പോൾ വരുന്ന ഡോറുകളെല്ലാം ചെയ്യുന്ന ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒറ്റ പീസായിട്ട് അതിന് ഒരു 2 ഇഞ്ച് കനം അല്ലെങ്കിൽ ഒരു 1.25 കനമൊക്കെ വരുമ്പോൾ ആ ഒരു സ്ട്രെങ്ത് കിട്ടുള്ളൂ അതിന്. ആ രീതിയിലാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഹാൻഡിൽ കൊടുത്തപ്പോൾ ഡോർ അടിപൊളിയായില്ലേ. വീടിൻ്റെ അകത്തേക്ക് തന്നെ വരാം. സിമ്പിൾ ഇൻറ്റീരിയർ ആണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ്. നേരെ ഈ വരുന്ന ഒരു പാസേജിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കാണാൻ പറ്റും ഒരു ഫർണിച്ചർ. ഇതാണ് ഷൂ റാക്ക് ആയിട്ടാണ്, മൾട്ടിപർപ്പസ് ആയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെല്ലാം ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ടച്ച് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബുക്ക് മാച്ച് ഡിസൈൻ ആണെങ്കിലും അതിൻ്റെ എഡ്ജുകളുടെ ഷാംഫർ ആണെങ്കിലും എല്ലാം ഡിസൈനർ ടച്ചുള്ള ഫർണിച്ചറുകളാണ്. ഈ ഒരു സൈഡിലേക്ക് നല്ല രീതിയിൽ ഒരു ആംബിയൻസ് കിട്ടാൻ ഈ ഒരു പിക്ചർ ഫ്രെയിം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ മേലെ ലൈറ്റ് സഹായിച്ചിട്ടുണ്ട്. ലൈറ്റിന് പിന്നിലുള്ള ബുക്ക് മാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന വിനീറിലാണ് കേട്ടോ. അതെല്ലാം തേക്ക് വുഡിൻ്റെ സെയിം പാറ്റേണിൽ തന്നെ വന്നിരിക്കുകയാണ്. റൈറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ലിവിങ് സ്പേസ്. ഇതിൻ്റെ ഈ ആർക്ക് ഡ്രൈവിനും വുഡൻ ആയിട്ടുള്ള ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജിലേക്ക് മോൾഡ് ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒന്നും കൂടെ കംഫർട്ട് ആക്കാൻ, അല്ലെങ്കിൽ വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അപകടങ്ങൾ വരാത്ത രീതിയിൽ വേണമല്ലോ. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫർണിച്ചർ സെറ്റപ്പ്. സാധാരണ ഇതുപോലുള്ള സ്പേസ് കാണുമ്പോൾ വലിയൊരു സോഫ കോർണറൊക്കെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. ഏറ്റവും നല്ലത് വീടിന് കംഫർട്ട് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറേ ഗസ്റ്റുകളൊന്നും നമുക്ക് സ്വാഭാവികമായിട്ടും കാണാറില്ല വീടുകളിൽ. കുറച്ചാളാണ് വരുന്നത്, അവരെ കംഫർട്ട് ആക്കുക എന്നുള്ളതാണ് ലിവിങ്ങിൻ്റെ ഉത്തരവാദിത്തം. അതിന് വേണ്ട രീതിയിലാട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡബിൾ ഹൈറ്റിലാട്ടോ ഈ ഒരു വാള് പോകുന്നത്. അതിനനുസരിച്ചുള്ള ഒരു സീലിങ്ങിലും കുറച്ച് കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. വുഡൻ കൊണ്ടുള്ള അല്ലെങ്കിൽ തേക്ക് വുഡിലുള്ള ഒരു ബോർഡറുകൾ വിനീറിൽ കാണാം. അതുപോലെ അതിൻ്റെ സെൻറ്ററിൽ ബെവൽ എഡ്ജോട് കൂടിയ പ്രൊജക്ഷനോട് കൂടിയ ട്രയാങ്കിൾസ് കാണാം. ലൈറ്റുകൾ കസ്റ്റമൈസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. TV ഏരിയയിൽ TV യൂണിറ്റും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ വീടിൻ്റെ ഫ്ലോറിംഗ് പൂർണ്ണമായിട്ട് ഇറ്റാലിയൻ മാർബിൾ ആണ് ചെയ്തത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതിനകത്ത് ഒന്ന് ഡീറ്റെയിൽ നിങ്ങളൊന്ന് കാണാൻ പറ്റും. ഇവിടെ ഉണ്ടല്ലേ അപ്പോക്സി കൊണ്ടുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാം. വീടിൻ്റെ ഫ്ലോറിങ്ങിന് ഭംഗിയാക്കുന്നതിന് അത് സഹായകമായിട്ടുണ്ട്. ഒരു മോഡേൺ സ്റ്റൈലിലൊക്കെ ഇതുപോലെ ഫ്ലോറിങ് ചെയ്യാം. സാധാരണ ഇറ്റാലിയൻ മാർബിൾ അങ്ങ് പരത്തി കൊടുക്കുന്ന ഒരു സ്റ്റൈലേ അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്ലാസിക് ആയിട്ടുള്ള ഡിസൈനിൽ വലിയ ബോർഡേഴ്സൊക്കെ കാണാം. പക്ഷേ ഇവിടെ അത് മോഡേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നേരെ ഹാളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് വലിയൊരു സ്റ്റെയർ ഏരിയ ആണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിലാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് വളരെ സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ട് തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമൈസ് ആയി ചെയ്ത ഒരു ഫർണിച്ചർ ആട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മിൽക്കി വൈറ്റ് ആണ് ഈ ഒരു ടേബിൾ ടോപ്പ് കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു വീടിൻ്റെ സ്പേസിനെ കൺജസ്റ്റഡ് ആക്കാതെ ഇരിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ മേലെ സീലിങ്ങിലേക്കൊക്കെ വുഡൻ ടച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ പ്ലീറ്റഡ് കേർട്ടൻസ് ആണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയാൻ ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ഐസൈറ്റ് പോവുക ഒരു കോൺട്രാസ്റ്റുള്ള ഏരിയയിലേക്കായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നത്. നല്ല ഒന്നാം തരം റോക്ക് ഫീലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ലൈറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ 2 ഡോറുകൾ കാണാം. പ്രെയർ ഹാളാണ്, അതുപോലെ ഒരു ബെഡ്റൂമാണ്. പക്ഷേ ഈ ഡോറിൻ്റെ ഒക്കെ ബോർഡർ ഉണ്ടല്ലേ ഒരു ബെവൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചുറീസ് കുറയ്ക്കാൻ ഇത് സഹായകമാകും. അതുപോലെ ഈ കാണുന്ന വാഷ് ബേസിൻ ഇത് തന്നെയാണ് ഈ വീട്ടിലെ മറ്റൊരു ഹൈലൈറ്റ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത ഒരു വാഷ് ബേസിനാണ്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ ഏതെങ്കിലും വാഷ് ബേസിൻ വാങ്ങി വെക്കുന്ന ഒരു സിസ്റ്റത്തിനപ്പുറം കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടൈലിനെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് അതിൻ്റെ എഡ്ജുകൾ 45-ൽ കട്ട് ചെയ്ത് സ്മൂത്ത് ചെയ്ത് ആവശ്യത്തിന് അപ്പോക്സി കൊടുത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്ത ഒരു വാഷ് ബേസിനാണ്. പല വാഷ് ബേസിനുകളും വീടിൻ്റെ ഡിസൈൻ വൃത്തികേടാക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇത് ഈ വീടിന് ഏറ്റവും ആപ്റ്റ് ആകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. റൗണ്ട് ആയിട്ടുള്ള മിററാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ല റെക്റ്റാങ്കിൾ ആർട്ട് വർക്ക് ഉണ്ട്. അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സിമ്പിൾ ടേബിൾ. സാധാരണ ടേബിളുകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ടേബിൾ പർപ്പസ് ആണ്. ഇവിടെ കിഡ്സിൻ്റെ ടോയ്സും മറ്റൊക്കെ നമുക്ക് അവിടെ ചെതറി കിടക്കുന്ന ടോയ്സിനെ ഒതുക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
സിമ്പിൾ റൗണ്ട് കാർപ്പറ്റ് ഉണ്ട്. ഇവിടെ ഈ സ്റ്റെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്ത് പറയേണ്ടത് നാച്ചുറൽ വുഡിൽ അല്ലെങ്കിൽ തേക്ക് വുഡിലാണ് ഈ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ മെറ്റൽ റാഡുകൾ കൊടുത്താണ് ഇതിൻ്റെ ഹാൻഡ് റെയിലുകൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ളതോ കോൺക്രീറ്റ് സ്റ്റെയറിൽ ടോപ്പ് തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്റ്റെയർ പോകുന്നത്. ഈ റൈസർ എല്ലാം സെയിം ഇറ്റാലിയൻ മാർബിൾ ആട്ടോ കൊടുത്തിട്ടുള്ളത്. വിശാലമായിട്ടുള്ള ഈ ഒരു ഹാളിൻ്റെ ഒരു സൈഡിലേക്ക് ഇതാ ബൊഫേ ഏരിയ അല്ലെങ്കിൽ ഒരു ബൊഫേ ടേബിൾ കൊടുത്തിട്ടുണ്ട്. നേരെ എൻട്രി ചെയ്യാൻ നമുക്ക് ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിൻ്റെ ഡോറിൽ എന്തോ പ്രത്യേകത കാണുന്നുണ്ട് അല്ലേ. എല്ലാം കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുക കേട്ടോ. സെയിം ഡോർ ഡിസൈനുകളാണ് മറ്റു ഡോറുകൾ വരുന്നത്. അതായത് ഗ്രൂ ഡിസൈൻ ആണ് ഇതിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. മഹാഗണി ഡോറിനെ കസ്റ്റമൈസ് ചെയ്തെടുത്ത് ഭംഗിയാക്കിയിരിക്കുകയാണ്. നേരെ വരികയാണെങ്കിൽ ഏകദേശം 330 360 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഭംഗിയുള്ള ബെഡ് കോട്ട് കണ്ടില്ലേ, കസ്റ്റമൈസ്ഡ് ആയി ചെയ്ത ഫർണിച്ചർ ഡിസൈൻ ആണ്. ഹെഡ് ബോർഡിൽ ഇതാ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. നല്ല വുഡ് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഭംഗിയുള്ള ചെറിയ ലൈറ്റുകൾ രണ്ട് സൈഡിൽ കൊടുത്ത് ഭംഗിയാക്കി. സീലിംഗിലേക്ക് വുഡൻ ടച്ച് ഉണ്ട്, അതുപോലെ കോവ് ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതാ COB ലൈറ്റുകളാട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മളെ സിലിണ്ടറിക്കൽ ലൈറ്റ് അല്ല, COB ലൈറ്റ് എന്ന് പറയും. ആ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. കർട്ടനെല്ലാം പ്ലേറ്റഡ് ആണ്. ഈ ഒരു സൈഡിലേക്ക് നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ നമ്മൾ എക്സ്റ്റീരിയറിൽ നിന്ന് കണ്ട ആ ഒരു ഭംഗി ഇതാ ആസ്വദിക്കാം ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് കഴിഞ്ഞാൽ. അതിനുള്ള ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്. അതുപോലെ ഡ്രസ്സിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു മിറർ ഇവിടെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ വാർഡ്രോബിനെ ഇവിടെയും സെറ്റ് ചെയ്തു. വാർഡ്രോബ് 2 പീസ് വരുന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വെന്റിലേഷൻ കൂടെ വരുന്ന രീതിയിലാട്ടോ ഇത് ഡിസൈൻ ചെയ്ത്. പലപ്പോഴും വീടുകളിൽ വാർഡ്രോബൊക്കെ ചെയ്യുമ്പോൾ ഡ്രസ്സൊക്കെ ടൈറ്റായി നിന്ന് സ്മെല്ലുകളൊക്കെ വരാൻ ചാൻസ് കാണാറുണ്ട്. അതിൽ നിന്ന് മോചനം കിട്ടുന്ന ഒരു ഡിസൈനാണിത്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് നീഷും കൂടെ സെറ്റ് ചെയ്തു. അതായത് സോപ്പ് അതുപോലെ പേസ്റ്റ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള നീഷ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളുള്ളത്. ബെഡ്റൂമുകളെല്ലാം ഒരേ സൈസിലാണ്. അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡിസൈനാണ്. ഒരു വുഡൻ ടച്ച് ടോട്ടലി വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹെഡ് ബോർഡിൻ്റെ ഡിസൈനുകളെ ഒരു റാത്തൻ സ്റ്റൈലിൽ ചെയ്തിട്ടു. അതുപോലെ തേക്ക് വുഡിൽ ഫിനിഷ് ചെയ്ത നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ് കോട്ട്. 2 സൈഡിലെ സൈഡ് ടേബിളുകൾ ഒരേപോലെ പാറ്റേണിൽ ചെയ്തു. അതുപോലെ സീലിങ്ങിൽ വരുന്ന വുഡൻ ഡിസൈൻ ഇതിലേക്ക് മാച്ച് ചെയ്തെടുത്തു. പിന്നെ എടുത്ത് പറയേണ്ട ഈ റാത്തൻ സെയിം ഡിസൈൻ ഇതാ ഈ ഒരു വാർഡ്രോബിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ വെന്റിലേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് ഇതിലെല്ലാം ഹോൾസ് ഉണ്ട്. നമുക്കൊക്കെ അറിയാം, ഇതുപോലെയാണ് ഇത് ചെയ്യാറുള്ളത്. അതിൻ്റെ ഹാൻഡിലൊക്കെ ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടോ. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ റത്തൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ പലരും പറയും ഇത് കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ തല വെക്കുമ്പോൾ ഇങ്ങനെ അമർന്നു പോകില്ലേ, കംപ്ലൈൻ്റ് ആവില്ലേ എന്ന്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇതാ ഈ ഒരു ഭാഗത്ത് അക്രലിക്കും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം കാണാനേ പറ്റില്ല. പക്ഷേ ഇവിടെ അത് ചെയ്തിട്ടില്ല. ഇവിടെ വെന്റിലേഷൻ മസ്റ്റാണ്. അങ്ങനെയാണ് ഈ ഒരു വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അല്ലേ, എഡ്ജൊക്കെ കംഫർട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വാർഡ്രോബ്. പിന്നെ ഈ റൂമിൽ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയയുള്ള ഡിസൈനാണ്. സെയിം ഷേപ്പ് ഇവിടെ കൊണ്ടുവന്നു. മിറർ ഇവിടെ വന്നു കേട്ടോ. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. നേരത്തെ കണ്ട ടോയ്ലറ്റിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ്. ഒരു ടർക്കോയ്സ് കളർ ടച്ച് കൊണ്ടുവന്നു. അതുപോലെ ഒരു നീഷ് കൊണ്ടുവന്നു. അതൊക്കെയാണ് ഈ ഒരു ടോയ്ലറ്റിൽ എടുത്ത് പറയാനുള്ളത്. കിച്ചണിലേക്കാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈസ് തന്നെയാണ്. നല്ല നീളത്തിലുള്ള അല്ലെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ എന്ന് പറയണം. നമുക്ക് എല്ലാവരുടെയും കണ്ണിൽ എടുത്ത് കാണുന്നത് ഈ കാണുന്ന വലിയ കൗണ്ടർ തന്നെയാണല്ലോ. കൗണ്ടർ ടോപ്പ് ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. 45-ൽ സെറ്റ് ചെയ്താട്ടോ. അതുപോലെ ഗ്രേ കളറുള്ള ലാമിനേറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ കിച്ചൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ വോളിന് നല്ല പ്രാധാന്യമുണ്ട്. ഒരു ലൈറ്റ് ഗ്രേ വരുന്ന ഒരു സ്റ്റൈലുകളാണ്. അപ്പോക്സി സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്തു. അതുപോലെ ഈ ഒരു സൈഡിൽ വരുമ്പോൾ നമ്മൾ പല വീഡിയോകളിൽ പരിചയപ്പെടുത്തിയ ടൈലാണ് ഒരു കിറ്റ്കാറ്റ് അല്ലെങ്കിൽ പല സബ്വേ ടൈൽ എന്നറിയപ്പെടുന്ന ടൈല് പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ സീലിങ്ങിൽ ഈ ഒരു ബീമിനെ വുഡൻ ഷെയ്ഡിൽ കവർ ചെയ്തിരിക്കുക കേട്ടോ. അതുപോലെ നേരെ എൻ്റർ ചെയ്യുമ്പോൾ കാണുന്നത് ഇവിടെ സിങ്കിൻ്റെ ഒരു ഏരിയ കാണാം. അതുപോലെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഹിഡൻ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ എന്ന് പറയാൻ കേട്ടോ. ഗ്ലാസ് ടോപ്പിലാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ സ്പേസിൽ ചെറിയൊരു സ്പേസിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചണ് ഈ ഒരു വീടിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ ഒരു സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്നു. സെയിം ഫ്ലോറിങ് തന്നെയാണ് ഇവിടെ ഇറ്റാലിയൻ മാർബിൾ ചെയ്തിട്ടുള്ളത്. അവിടെ ടൈലിൻ്റെ ഒക്കെ ബോർഡറുകൾ വുഡ് കൊണ്ട് ബീഡിങ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടുകളിൽ കിച്ചൺ ചെയ്യുമ്പോൾ സിമ്പിൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു രീതിയിലുള്ള ഡിസൈൻ ചൂസ് ചെയ്യാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് കണ്ടത്. ഇനി ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഈ ഒരു പാസേജിനെ കുറിച്ച് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള കാഴ്ചക്കപ്പുറം ഒരു നാച്ചുറൽ ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ലാൻഡിങ്ങിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഒരു ലാൻഡിങ്ങിൽ ഇത്രയും ഭംഗിയുള്ള ഒരു സ്പേസ് അത്ഭുതം തന്നെയാണ്. എന്തായാലും ഒരു ഫീല് ഈ ഫൈക്കസ് പ്ലാന്റ് ഒന്ന് പുഷ്പിച്ച് വന്നു കഴിഞ്ഞാൽ വേറൊരു ഫീല് തന്നെയാവും. ഈ ഒരു ഏരിയ ഈ ഒരു വീടിൻ്റെ സ്പെഷ്യൽ ഏരിയ എന്ന് പറയണം. കാരണം
ഈ ഒരു ഏരിയയിൽ വാട്ടർ ബോഡി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. ഇനി ഭാവിയിൽ നമുക്ക് പ്ലാന്റ് ഐഡിയ വേണ്ട എങ്കിൽ ഇതിനകത്ത് മീനുകളൊക്കെ വളർത്തി നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആക്കി മാറ്റാം. മേലേക്ക് നോക്കൂ, നാച്ചുറൽ ലൈറ്റ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലെല്ലാം ജാളി വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ലൈറ്റ് കിട്ടും, നല്ല കാറ്റും കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലെ വുഡൻ ഫീല് കണ്ടില്ലേ, സ്റ്റെപ്പ് കൊണ്ടുള്ള ഫീലുകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ 2 ലൈറ്റ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫീല് ഈ ഒരു വലിയ വിൻഡോയിലേക്ക് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. പലപ്പോഴും ആളുകൾക്ക് ജാളി കൊടുക്കുന്നതിനുള്ള ഒരു മടി എന്തെന്ന് വെച്ചാൽ ഭംഗിക്കപ്പുറം അതിലൂടെ പാറ്റകൾ വരിക അല്ലെങ്കിൽ കൊതുക് വരിക, ഇതൊക്കെ തന്നെ അതിനുള്ള ഒരു സൊല്യൂഷൻ ഇതാ അവിടെ ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു മോസ്കിറ്റോ മെഷ്, അതുപോലെ ഒരു ഹണി കോംബ് കൊണ്ടുള്ള നല്ലൊരു ഷെയ്ഡ് ഇവിടെ കൊടുത്തു. 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊതുകിൻ്റെ ശല്യം തുരത്താൻ പറ്റും. അതുപോലെ വലിയ വിൻഡോകളിലും ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, സിമ്പിളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത് കേട്ടോ. നേരെ എൻ്റർ ചെയ്യുമ്പോൾ അതാ മിറർ ഇവിടെയാണ്. അതുപോലെ വാർഡ്രോബ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹൈലൈറ്റ് മേലേക്കാണ്. സീലിംഗ് ഇവിടെ നമുക്കറിയാം പല വീടുകളും സ്ലോപ്പ് ആയിട്ടുള്ള റൂഫ് വരുമ്പോൾ അതിൻ്റെ സീലിംഗ് ഓട് കാണുന്ന രീതിയിലാണ് പലപ്പോഴും കാണാറുള്ളത്. അതൊരു വൈറ്റ് ഡിസൈനിലേക്ക് അതിലെങ്ങനെ ജിപ്സം സീലിംഗ് കൊടുക്കുമെന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ്. കോബ് ലൈറ്റ് 2 സൈഡിലേക്കാക്കി കൊടുത്തു. അതിനുശേഷം ആ ഒരു ഹൈറ്റ് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റുകളെല്ലാം നല്ല രീതിയിൽ സിഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബെഡ് കോട്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം വുഡിൽ കസ്റ്റമൈസ് ചെയ്തത്, അതുകൊണ്ട് ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ടേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബും അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വീട്ടിൽ ബെഡ്റൂം എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും സിമ്പിളായിട്ട് ഓരോ ഫർണിച്ചറും കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്താൽ തന്നെ ബെഡ്റൂം അടിപൊളിയായി. പലപ്പോഴും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വലിയ ഹാളുകളൊക്കെ പലരും സെറ്റ് ചെയ്യാറുണ്ട്, ഉപയോഗശൂന്യമായിട്ട് കിടക്കാറുണ്ട്. അങ്ങനെ സ്പേസ് ഈ ഒരു വീട്ടിലില്ല. 2000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയകളാട്ടോ. അപ്പോൾ വീടെന്നത് നമ്മുടെ ഓരോരുത്തരെയും താല്പര്യത്തിനനുസരിച്ച് ചെയ്യണം. അതുകൊണ്ട് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനുകളാണ് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലുള്ള അടിപൊളി അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട്. നിങ്ങളുടെ വീട് പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊക്കെ ഇതുപോലുള്ള വീടുകൾ. അപ്പോൾ വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകൾക്ക് നമ്മുടെ പേജ് ഇനിയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കും, ഉപകാരപ്പെടും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.